Hi friends, Mr. Randa പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഷവോമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോണായ റെഡ്മി സീരീസിലെ റെഡ്മി നോട്ട് 10 എന്ന മോഡലാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. മാർച്ച് 16 ഫസ്റ്റ് സെയിൽ 12,000 മുതലാണ് സ്റ്റാർട്ടിങ്. ഞാൻ എടുത്തത് 6GB + 128GB വേരിയന്റാണ്. അപ്പോൾ അതിന് 14,000 രൂപയാണ്. 13,500 എനിക്ക് ICICI ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് 500 ഡിസ്കൗണ്ടിൽ കിട്ടി. 6GB + 128GB വേരിയന്റ് ഫ്രോസ്റ്റി വൈറ്റ് എന്ന് പറഞ്ഞ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം 4GB + 64GB മോഡൽ അവൈലബിൾ ആണ്. ഈ ഫോൺ എനിക്ക് വേണ്ടി വാങ്ങിയതല്ല, എൻ്റെ സിസ്റ്ററിന് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഇവിടേക്ക് ഡെലിവറി ചെയ്യിപ്പിച്ചിട്ട് ഇനിയിപ്പോൾ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്തതിനു ശേഷം ഞാൻ അവർക്ക് കൊണ്ടുകൊടുക്കും. അപ്പോൾ റെഡ്മി നോട്ട് സീരീസിലെ ഓരോ മൊബൈൽസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഓരോ മോഡൽസ് ഇറക്കും തോറും 1000 രൂപ കൂടി വരികയാണ് ഓരോ മോഡൽസ് ഇറക്കുമ്പോൾ. അപ്പോൾ ഇതിന് തൊട്ട് മുന്നത്തെ റെഡ്മി നോട്ട് 9 എടുത്ത് നോക്കി കഴിഞ്ഞാൽ 13,000 രൂപ വരെയായിരുന്നു റേഞ്ച്. ഈ മോഡൽ ഇറക്കി 14,000 ആയി. പക്ഷെ അതിനനുസരിച്ച് അവർ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലത്തെ കുറേ അപ്ഗ്രേഡ്സ് ഈ മൊബൈൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഈ ഫോൺ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് കറന്റ് ഫ്ലാഷ് സെയിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ, ഓപ്പൺ സെയിൽ അല്ല. അപ്പോൾ അതൊന്ന് നോക്കി നോക്കുക അവർ ഏതൊക്കെ ഡേറ്റ്സിലാണ് സെയിൽ ഉള്ളതെന്ന്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് ഫോൺ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കി നോക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫോണിൻ്റെ ഫ്രണ്ടിൽ തന്നെ റെഡ്മി നോട്ടിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ആണ്. ഇതിൻ്റെ മെയ്ഡ് ഇൻ ഇന്ത്യ, ഇത് കംപ്ലീറ്റ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഫുൾ HD+ AMOLED ഡോട്ട് ഡിസ്പ്ലേ ആണ്. പിന്നെ 48 MP ക്വാഡ് ക്യാമറ എഴുതിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ റെഡ്മി നോട്ട് 10 പിന്നെ ടാഗ് ലൈന് സെയിം തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. മുകളിൽ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസും കണ്ടൻസ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. താഴൊന്നുമില്ല. ബാക്കിലുള്ളത് മെയിൻ ഫീച്ചേഴ്സുകളിലൊക്കെയാണ് ഫുൾ HD AMOLED ഡോട്ട് ഡിസ്പ്ലേ, 48 MP ക്വാഡ് ക്യാമറ, 5000 mAh ബാറ്ററി, ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 678 എന്ന പ്രോസറാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഫ്രോസ്റ്റ് വൈറ്റ് കളർ, 6GB + 128GB. നമുക്കിത് ബോക്സ് ഓപ്പൺ ചെയ്ത് ഫോൺ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് ഫോണാണ്. ഇത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള കണ്ടൻസ് നോക്കിയതിന് ശേഷം ഫോൺ എടുത്ത് നോക്കി നോക്കാം. ഇത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് സിം ഇജക്ടർ ടൂള്, അതേപോലെ കേസ് വരുന്നുണ്ട്, പിന്നെ ഒരു ഗൈഡും. ഇത് നോർമൽ എല്ലാ ഫോണിനും കൂടി വരുന്ന പോലത്തെ TPU കേസാണ്. കുഴപ്പമില്ല, ഇനീഷ്യൽ യൂസിന് നമുക്ക് ഉപകാരപ്പെടും. ഇതിൻ്റെ പുതിയ കേസുകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല, ഏറ്റവും ലേറ്റസ്റ്റ് മൊബൈലായ കാരണം. ഇതിൽ വരുന്നത് 33 watts ഫാസ്റ്റ് ചാർജർ അഡാപ്റ്ററാണ്. അതേപോലെ തന്നെ Type-C ചാർജിങ് ഡാറ്റ കേബിൾ, USB പോർട്ട് A to USB Type-C. അപ്പോൾ ഈ ബോക്സ് ഒക്കെ മാറ്റി വയ്ക്കാം. നമുക്ക് ഫോൺ പുറത്തേക്ക് എടുക്കാം. ഫ്രോസ്റ്റി വൈറ്റ് എന്ന കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി വൈറ്റാണ്. പ്ലാസ്റ്റിക് ആണ് ബാക്കിൽ റെഡ്മിയുടെ ഒരു ബ്രാൻഡിങ് ഉണ്ട്. ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ഈ ക്യാമറയുടെ മൊഡ്യൂൾ കാണാൻ കുറച്ച് പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ സാർസ് വാല്യൂയുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത്. ഹെഡ് സാർ വാല്യൂ എന്ന് കൊടുത്തേക്കുന്നത് 0.863 വെയിറ്റ് പെർ kg, ബോഡിക്ക് 0.585 വെയിറ്റ് പെർ kg ആണ്. ഓവറോൾ ഫോൺ വളരെ ലൈറ്റ് വെയിറ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് സാധാരണ റെഡ്മിയുടെ ഫോൺസ് ഒക്കെ എടുക്കുമ്പോൾ നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു ലൈറ്റ് വെയിറ്റ് ഫോണും കറക്റ്റ് കയ്യിൽ ഗ്രിപ്പോടെ നിൽക്കുന്നുണ്ട്. എനിക്ക് ആകപ്പാട് കുഴപ്പമൊന്നും ബാക്കിൽ ഒരു പ്ലാസ്റ്റിക് ഫീലാണ് കംപ്ലീറ്റ്ലി. പക്ഷേ ഫിംഗർ പ്രിൻ്റ് ഒന്നും വരാത്ത രീതിയിൽ നല്ല ഫ്രോസ്റ്റി ബാക്ക് പാനലാണ്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫോൺ നല്ല ഹാൻഡിയാണ്, കയ്യിൽ നന്നായിട്ട് ഒതുങ്ങുന്നുണ്ട്. സാധാരണ നമ്മളൊരു ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ക്യാമറ അധികം കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഈ ഫോൺ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് വൈറ്റ് കളറിൽ. ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഈ ലെഫ്റ്റ് സൈഡിലല്ല, ഈ ഔട്ടറിലും കംപ്ലീറ്റ്ലി ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള വോളിയം റോക്കേഴ്സും പവർ ബട്ടണാണ്. പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റും കൊടുത്തേക്കുന്നത്. അതുപോലെ മുകളിൽ വരുന്നത് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, പിന്നെ IR ബ്ലാസ്റ്റർ എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ TV AC ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സ്പീക്കറാണ്, സ്റ്റീരിയോ സ്പീക്കറാണ് ഇതിലുള്ളത്. പിന്നെ ഫോൺ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെയാണ് സിം ട്രേ വരുന്നത്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. ഈ ഒരു മോഡലിൽ ഡുവൽ സിം പ്ലസ് എക്സ്പാൻഡബിൾ മെമ്മറി സ്ലോട്ട് അവൈലബിൾ ആണ്. 2 4G വോൾട്ടേജ് സിം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ ഇവിടെ ഒരു റബ്ബർ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വാട്ടറും ഡസ്റ്റൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എക്സ്ട്രാ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അടിയിൽ വരുന്നത് മൈക്ക്, ഹെഡ്ഫോൺ ജാക്ക്, USB Type-C പോർട്ട്, പിന്നെ സ്പീക്കറും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഇതിലുള്ളത്, ഇതും ഇതായതും. അപ്പോൾ നമുക്കിനി ഫോൺ ഓൺ ചെയ്ത് ബൂട്ട് ആവുന്ന സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. റെഡ്മി നോട്ട് 10 യൂസ് ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 678 എന്ന് പറയുന്ന ഒക്ടാകോർ പ്രൊസറാണ്. Adreno 612 ആണ് GPU. Android 11 ആണ് വരുന്നത്. ഇതിലുള്ളത് 6.43 ഇഞ്ചസിൻ്റെ ഫുൾ HD+ സൂപ്പർ AMOLED ഡോട്ട് ഡിസ്പ്ലേ ആണ്. 1080x2400 ആണ് റെസൊല്യൂഷൻ. 409 PPI ഡെൻസിറ്റി. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ അവൈലബിൾ ഉണ്ട്. ഇതിലുള്ളത് ക്വാഡ് ക്യാമറയാണ്. മെയിൻ ക്യാമറയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് 48 MP വൈഡ് ആംഗിൾ ലെൻസും 8 MP അൾട്രാ വൈഡ് ലെൻസും 2 MP മാക്രോയും 2 MP ഡെപ്ത് ലെൻസും ആണ് ഇതിലുള്ളത്. ഫ്രണ്ട് ക്യാമറ 13 MP വൈഡ് ആംഗിൾ ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 5000 mAh ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 33 watts ഫാസ്റ്റ് ചാർജറിൻ്റെ അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ തന്നെ തരുന്നുണ്ട്, അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50% ചാർജ് 25 മിനിറ്റ് കൊണ്ടാവുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. 100% ചാർജ് ആവാൻ വേണ്ടിയിട്ട് 1.25 മണിക്കൂറാണ് പറയുന്നത്.
ഇതിൽ വരുന്നത് MIUI വേർഷൻ 12 ആണ്, അതായത് ആൻഡ്രോയിഡ് 11 ആണ്. 128 GB 20 GB ഓൾറെഡി യൂസ്ഡ് ആണ്. UFS 2.2 ആണ് സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ചുകൂടി ഫാസ്റ്റർ ആയിരിക്കും സാധാരണ മൊബൈലിനേക്കാളും. അപ്പോൾ ഗെയിമിങ്ങിനും പെർഫോമൻസിനൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഈ ഒരു സ്റ്റോറേജ്. അപ്പോൾ ഫോൺ ഓണായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത് ഫുൾ HD പ്ലസ് AMOLED ഡോട്ട് ഡിസ്പ്ലേ തരുന്നുള്ളതാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നു 12,000 റേഞ്ചിൽ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ തരുന്നതല്ല. ആ കാര്യത്തിൽ ഇവർ ഫസ്റ്റ് ഒരു ബ്രേക്ക് ത്രൂ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇനിയും ഫോൺസ് AMOLED സ്ക്രീനോടെ കാണാൻ പറ്റും. ഇപ്പോൾ ഫോൺ സെറ്റപ്പ് ചെയ്യേണ്ടതിൽ തന്നെ ഓൾറെഡി അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുള്ള രീതിയിൽ നോട്ടിഫിക്കേഷൻ വന്നു, അതേപോലെ തന്നെ പരസ്യങ്ങൾ വന്നു. അപ്പോൾ ഈ ഒരു കാര്യമാണ് എനിക്ക് ഷവോമിയുടെ ഫോൺസിൽ ഇഷ്ടമല്ലാത്തത്. അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ പരസ്യം. അപ്പോൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ MX ടെക്കാട്ടക്ക് തന്നെ റമ്മി ടൈം ഇതൊക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഏതൊക്കെ ഇപ്പോൾ വേറെ വന്നിട്ടുണ്ടെന്ന് നോക്കി നോക്കാം. നമ്മൾ ഈ ജോഷ്, മീ ക്രെഡിറ്റ്, മീ പേ, റിമോട്ട് യൂസ് ചെയ്യുന്ന മോജ്, നെറ്റ്ഫ്ലിക്സ് പിന്നെ യൂസ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. പിന്നെ MX ടെക്കാട്ടക്ക്, സില്ല് ഇതൊക്കെയാണ്. നമുക്കിത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ബെറ്റർ. ചില സമയത്ത് ചില പഴയ ഫോൺസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനേ പറ്റില്ല. ഇതിൻ്റെ സെറ്റിങ്സിൽ നിന്ന് പോയിട്ട് ബാക്കിയുള്ള ഇതിൽ യൂസ് ചെയ്യുന്ന ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കിയാൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് MIUI വേർഷൻ 12 ആണ്, സ്റ്റേബിൾ ആണ്. 128 GB ആണ് സ്റ്റോറേജ്. അതിൽ 20 GB ഓൾറെഡി ഒക്യുപ്പൈഡ് ആണ്. നമുക്ക് അതിൽ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻ തന്നെ. അതേപോലെ തന്നെ ഇത് ബൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ 1 GB ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോട്ടിഫിക്കേഷൻ തന്നിരുന്നു. ആൻഡ്രോയിഡ് വേർഷൻ 11 ആണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇനി ഒരു 2-3 അപ്ഡേറ്റ്സും കൂടി എങ്ങനെ പോയാലും കിട്ടും. ഒരു 2 വർഷത്തേക്കുള്ള അപ്ഡേറ്റ്സ് മിനിമം ആയിട്ട് ഈ ഫോണിനെല്ലാം എങ്ങനെ പോയാലും കിട്ടും. അപ്പോൾ ഇതിൽ സ്പെസിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 6 GB റാം ഉണ്ട്. അതേപോലെ തന്നെ ഒക്ടോ കോർ 1.7 GHz പ്രൊസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 678 എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 678 എനിക്ക് തോന്നുന്നത് വേറൊരു മൊബൈൽസ് ഇപ്പോൾ കറന്റ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഫസ്റ്റ് മൊബൈലായിരിക്കും സ്നാപ്ഡ്രാഗൺ 678 റെഡ്മി നോട്ട് 10. പവർ ബട്ടണിൽ തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള അൺലോക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതുകൂടാതെ ഫേസ് അൺലോക്ക് ഓപ്ഷനും അവൈലബിൾ ആണ്. ഞാനത് എനേബിൾ ചെയ്തിട്ടില്ല. ഞാൻ ആകപ്പാടെ ഫിംഗർ പ്രിന്റ് മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. ഇപ്പോൾ റെഡ്മി നോട്ട് 10 ഡുവൽ ബാൻഡ് വൈഫൈ ആണ്. അതേപോലെ തന്നെ ബ്ലൂടൂത്ത് വേർഷൻ 5.0 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. NFC സപ്പോർട്ട് ഇല്ല. IR ബ്ലാസ്റ്റർ ഉണ്ട് മുകളിൽ ഞാൻ നേരത്തെ കാണിച്ചു തരുന്നത്. ഇത് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ടിവിയും അതേപോലെ തന്നെ AC ഒക്കെ കൺട്രോൾ ചെയ്യാം. റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്ന ഏതൊരു ഐറ്റവും ഈ ഒരു IR ബ്ലാസ്റ്റർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ക്രീന് എത്രത്തോളം അടിപൊളിയാണെന്ന് നോക്കി നോക്കാം. അതേപോലെ തന്നെ സ്പീക്കറിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ബെറ്റർ ആണെന്ന് നോക്കി നോക്കാം. AMOLED സ്ക്രീനാണ്. പക്ഷേ ഇത് 60 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അത് ധാരാളം. സാധാരണ ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ, മിഡ് റേഞ്ച് അല്ല, ഇത് സ്റ്റാർട്ടിംഗ് റേഞ്ച് വേണമെങ്കിൽ പറയാം. 12,000 രൂപ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1100 nits ആണ്. ഇത് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആണ്. നിങ്ങൾക്ക് സ്ക്രീനിലൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നോർമലാക്കുകയാണ്. AMOLED സ്ക്രീൻ ആയതുകൊണ്ട് വീഡിയോസ് അതേപോലെ മൾട്ടിമീഡിയ കണ്ടന്റ്സ് ഒക്കെ വാച്ച് ചെയ്യാൻ വളരെ അടിപൊളിയായിരിക്കും. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഇമേജസ് കിട്ടുന്നതാണ്. അതല്ലാതെ കളേഴ്സൊക്കെ നല്ല വൈബ്രൻ്റ് ആയിട്ടാണ് എടുത്ത് കാണിക്കും. ഇപ്പോൾ സാധാരണ LCD സ്ക്രീൻ പോലെ ആയിരിക്കില്ല AMOLED. നല്ല ബ്ലാക്സ് ഒക്കെ നല്ല പിച്ച് ബ്ലാക്ക് ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ LCD ആണെങ്കിൽ ചെറിയൊരു ഗ്രേ ടിന്റ് ബ്ലാക്കിന് വരുന്നുണ്ട്. ആ പ്രശ്നമൊന്നും AMOLED സ്ക്രീനിന് വരില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ മൊബൈൽ ടിൽറ്റ് ചെയ്യുമ്പോഴൊന്നും ആ ബ്ലാക്ക്നെസ് കയറി വരുന്നില്ല. ഏത് ആംഗിൾ നോക്കിയാലും കളേഴ്സ് ഒരേപോലെ വൈബ്രൻ്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നല്ല സ്റ്റണ്ണിങ് AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണുള്ളത്. ഡിസ്പ്ലേ നോക്കി ഞാൻ സ്പീക്കർ പവർഫുൾ നോക്കി ഫുൾ അവിടെ ഉണ്ട്. ഇപ്പോഴല്ല, കാരണം ഇപ്പോൾ എല്ലായിടത്തും ക്രെഡിറ്റ് കാർഡ്സ് വളരെ സുലഭമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുംതോറും കൂടുതൽ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് ഉണ്ടാവുന്നതാണ്. ക്രെഡിറ്റിനെ കുറിച്ച് ഞാൻ എൻ്റെ എല്ലാ ക്രെഡിറ്റ് കാർഡ് വീഡിയോസിലും പറയാറുണ്ട്. ക്രെഡ് എന്താണെന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ക്രെഡിറ്റ് കാർഡ് താഴത്തെ പോർട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു 60% മേലുള്ള വോയിസ് കുറയുന്നുണ്ട്. മുകളിലത്തേത് ക്ലോസ് ചെയ്യുമ്പോൾ അധികം ഫീൽ ചെയ്യുന്നില്ല ഡിഫറൻസ്. എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഓവറോൾ നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കർ തന്നെ കൊടുത്തേക്കുന്നത്. സ്റ്റീരിയോ എക്സ്പീരിയൻസ് അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ മെയിൻ സ്പീക്കർ എന്ന് പറയുന്നത് ഈ താഴത്തുള്ളത് തന്നെയാണ്. അത് ക്ലോസ് ചെയ്യുമ്പോൾ ഏകദേശം 60% സൗണ്ട് കുറയുന്നുണ്ട്. മുകളിലത്തെ സ്പീക്കർ അടച്ചൊഴിക്കുമ്പോൾ അത്രത്തോളം ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ പിക്സലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. കാരണം പിക്സലിൽ വരുന്ന സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് ഡൗൺ ഫയറിംഗ് സ്പീക്കർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നന്നായിട്ടുള്ള രീതിയിൽ സൗണ്ട് കിട്ടുന്നില്ല. പക്ഷേ ഇത് നല്ല രീതിയിലുള്ള ബാസ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നല്ല സ്പീക്കറും അതേപോലെ തന്നെ നല്ല ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് ഇത് ഈ ഫോണിലെടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് നോക്കി നോക്കാം. അതായത് എല്ലാം നമുക്ക് കവർ ചെയ്യാം. വീഡിയോ ആയാലും അതേപോലെ തന്നെ ഇമേജസ് ആയാലും മാക്രോ ആയാലും എല്ലാ രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് കവർ ചെയ്യാം.
ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ജസ്റ്റ് എൻ്റെ വീടിൻ്റെ അകത്ത് നോർമൽ ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ്. ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ഫുട്ടേജ് ഉണ്ട്, ഇരുട്ട് നോയ്സ് ഒന്നുമില്ല. അപ്പോൾ ഓവറോൾ നല്ലതാണ്. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഫുൾ HD 30 FPS ഇൻറ്റേർണൽ മൈക്കിൽ നിന്നുള്ള ഓഡിയോ ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലുള്ളത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അല്ല, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ്. അപ്പോൾ അത്യാവശ്യം സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഫുട്ടേജാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴും കിട്ടുന്നത്. ഫ്രണ്ട് ക്യാമറയിലെ ഫുൾ HD 30 FPS ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇൻറ്റേർണൽ മൈക്കിലെ ഓഡിയോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഓവറോൾ നല്ല രീതിയിൽ തന്നെ ഫ്രണ്ട് ക്യാമറയിൽ നല്ല വീഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 4K 30 FPS സ്റ്റെബിലൈസേഷൻ ഈ മോഡൽ അവൈലബിൾ അല്ല. 4Kയുടെ ഫുൾ ക്വാളിറ്റി മനസ്സിലാവണമെങ്കിൽ സൂം ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഔട്ട്പുട്ട് എടുക്കുന്നത് HD ആണ്. അപ്പോൾ 4Kയുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ പിക്സലൈറ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫുട്ടേജ് കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള 4K ക്യാമറയാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ പെർഫോമൻസ് എത്രത്തോളം അടിപൊളിയായി നോക്കി നോക്കാം. അപ്പോൾ സോഫ്റ്റ്വെയർസും ആപ്പ് വൈസും ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു ലാഗ് ഒന്നും ഫീൽ ചെയ്യില്ല. കാരണം 678 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പ്രൊസറാണ്. നമുക്ക് ഗെയിംസ് കളിച്ച് നോക്കിയാൽ എത്രത്തോളം പെർഫോമൻസ് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ഫ്രീ ഫയറും അതേപോലെ തന്നെ കോൾ ഓഫ് ഡ്യൂട്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ടും ഒന്ന് കളിച്ച് നോക്കാം. അതായത് ഏറ്റവും വലിയ ഹൈ ഗ്രാഫിക്സിലിട്ടിട്ട്. ഇപ്പോൾ ഗ്രാഫിക്സൊക്കെ ഞാൻ ഫുള്ളിലാണ് ഇട്ടേക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതുവരെയുള്ള പെർഫോമൻസ് ഉണ്ട്. ഹീറ്റൊന്നും ആവുന്നില്ല ഇതുവരെ. ആൾക്കാരും കാണുന്നില്ല, വേറെ ആൾക്കാരൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ അധികം നേരം കളിക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് അടുത്തത് ഒരു ഗെയിം കൂടി കവർ ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ഇതുവരെ ഉള്ളപ്പോൾ ഇതിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടി ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ സെറ്റിങ്സ് ഞാൻ വെരി ഹൈയിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഞാൻ COD കളിച്ചിരുന്നു. കാരണം ഗെയിം സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ പഠിപ്പിക്കേണ്ട ഈ കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇതുവരെ ഫോൺ ഹീറ്റൊന്നും ആയിട്ടില്ല. ഫുൾ ഗ്രാഫിക്സാണ് ഉണ്ടാക്കുന്നത്. മറ്റേ ഇതും വെരി ഹൈയിലാണ് ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഫ്രീ ഫയറും. അപ്പോൾ ഇത് രണ്ടും അത്യാവശ്യം എന്താ പറയുക നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. ഫ്രീ ഫയറൊക്കെ നല്ല സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനും ഒരു വിഷയമില്ല. ഇതുവരെ വെരി ഹൈ ഗ്രാഫിക്സാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതുവരെ ഹീറ്റൊന്നും ആവുന്നില്ല. ബാക്ക് സൈഡ് ഇതുവരെ ഹീറ്റൊന്നും ആയിട്ടില്ല. സ്പീക്കർ സൗണ്ട് ഫുൾ ഇട്ട് കഴിഞ്ഞു. ഇടയ്ക്ക് ചെറിയ ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേ ആവുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് സ്റ്റക്ക് ആവുന്ന പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെരി ഹൈലൈറ്ററാണ് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. പക്ഷെ ഓവറോൾ നല്ലൊരു പ്രൊസർ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് UFS 2.2 സ്റ്റോറേജ് ആണല്ലോ. അപ്പോൾ അതിൻ്റെയും ഒരു പെർഫോമൻസിൻ്റെ ഡിഫറൻസ് വരും. അപ്പോൾ ഇതുവരെ കളിച്ചതിൽ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഹീറ്റ് ഉണ്ട്. അത് വെരി ഹൈ ഗ്രാഫിക്സിലാണ് നമ്മൾ കളിച്ചത്. COD കളിച്ചപ്പോഴാണ് ഹീറ്റ് ആയത്. ഞാൻ മറ്റേ ഫ്രീ ഫയർ ഏകദേശം 15-20 മിനിറ്റോളം കളിച്ചിരുന്നു മൊത്തത്തിൽ. പക്ഷെ അത് ഒരു ഹീറ്റിലാണ് നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ ഓവറോൾ ഗെയിമിങ്ങിനും വളരെ നല്ലൊരു മൊബൈൽ തന്നെയാണ്. ഈ ഒരു പ്രൈസ് പോയിന്റിലെ ഏറ്റവും ബെസ്റ്റ് മൊബൈലുകൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള സകലമായ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോണിലൊന്നാണ് Redmi Note 10. കാരണം 12,000 റേഞ്ചിൽ ഒരു ഫോണും നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ തരുന്നില്ല. അപ്പോൾ അത് ഇതിലുണ്ട്. അതേപോലെ തന്നെ 678 എന്ന് പറഞ്ഞ സ്നാപ്ഡ്രാഗണിന്റെ പ്രൊസറും Adreno 612 GPU ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ CODയും അതേപോലെ തന്നെ ഫ്രീ ഫയറും കളിച്ചു നോക്കി നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. വെരി ഹൈലൈറ്റഡ് ആണ് രണ്ടും കളിച്ചത്. എന്നിട്ട് COD കളിച്ചപ്പോൾ മാത്രമേ ഇവിടെ ഈ ഒരു ഭാഗം ഹീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 15-20 മിനിറ്റോളം ഞാൻ കളിച്ചു മൊത്തത്തിൽ. അതുപോലെ ഫ്രീ ഫയർ ഞാൻ മൊത്തത്തിൽ 20 മിനിറ്റോളം കളിച്ചിരുന്നു. ഫ്രീ ഫയർ കളിച്ചപ്പോൾ ഒന്നും ഒരു ഹീറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. നമ്മൾ നോർമൽ ഗ്രാഫിക്സിൽ ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഇല്ല, നല്ല രീതിയിൽ തന്നെ ഗെയിംസ് കളിക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിലൊരു ഗെയിമിംഗ് മൊബൈൽ കൂടിയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്. ഗെയിമിംഗ് മാത്രമല്ല മൾട്ടിമീഡിയ കണ്ടന്റ്സ് വാച്ച് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോണിലൊന്നാണ് ഇത്. കാരണം AMOLED സ്ക്രീനാണ്. അതേപോലെ തന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ടും അതേപോലെ തന്നെ ലൗഡ് സൗണ്ട് തരുന്ന സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. വൈഡ് ബാൻഡ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് HD സ്ട്രീം ചെയ്യാൻ പറ്റും. നെറ്റ്ഫ്ലിക്സ് ആയാലും അതേപോലെ തന്നെ യൂട്യൂബ്, ആമസോൺ പ്രൈം ഒക്കെ.
അപ്പോൾ പിന്നെ വ്യൂവിങ് ആംഗിൾസ് നമ്മൾ നോക്കി എത്ര വൈഡായിട്ട് പിടിച്ചിട്ട് കൂടിയും ആ ഒരു ഷെയ്ഡ് വരുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ മൾട്ടിമീഡിയ കണ്ടന്റ്സിനും പറ്റിയൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അതേപോലെ തന്നെ ക്യാമറ നല്ല രീതിയിലുള്ള കിടിലം ഫോട്ടോസ് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സാമ്പിൾസ് ഒക്കെ കണ്ടതാണ്. ഓവറോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഏറ്റവും ബെസ്റ്റ് സ്പെസിഫിക്കേഷനും ഓൾറൗണ്ടർ മൊബൈൽ എന്ന് വേണമെങ്കിൽ റെഡ്മി നോട്ട് തന്നെ പറയാം. 6GB + 128GB വേരിയന്റിന് 14,000 രൂപയാണ് വില. 500 രൂപ നിങ്ങൾ ICICIയുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്കൗണ്ട്, EMIക്ക് 10% ഡിസ്കൗണ്ട്, അപ്പോൾ 1000 രൂപ വരെ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുക, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കറന്റ് ഇത് ഫ്ലാഷ് സെയിൽ മാത്രമേ ഉള്ളൂ, ചില ദിവസങ്ങളിൽ 12 മണിക്ക് മാത്രം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ നെക്സ്റ്റ് സെയിൽ എന്നാണുള്ളത്. ഓപ്പൺ സെയിൽ ആവുമ്പോൾ നോർമൽ രീതിയിൽ ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കറന്റ് സ്പൈജൻ ഇവരുടെ കേസ് ഇറക്കിയിട്ടില്ല, വൈകാതെ ഈ മോഡലിൻ്റെയും സ്പൈജൻ കേസ് വരുന്നതാണ്. അപ്പോൾ സ്പൈജൻ്റെ മൊബൈൽ കേസിൻ്റെ ലിങ്കും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഫോണെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നിരിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലി ആരെങ്കിലും പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അവർക്ക് ഈ മോഡൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ആക്കുക, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലത്തെ അൺബോക്സിങ്, റിവാർഡ്സ്, ടെക് ടിപ്സിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി വരികയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.